സ്ഥലത്തിന്റെ പ്ലോട്ട് കണ്ടിഷ്ടപ്പെട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവിടെ ഒരു വീട് വെക്കാം എന്നുള്ള ആഗ്രഹത്തിൽ അത് വാങ്ങിയിടുന്നു എന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ അത് വാങ്ങിയതിന് ശേഷം അവിടെ ഒരു മതില് കെട്ടുകയോ അതിനൊരു ഗേറ്റ് വെക്കുകയോ അതല്ലെങ്കിൽ ഒരു വേലി പോലും കെട്ടാതെ അത് തുറന്നിട്ടാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ചിലപ്പോൾ ചില മൃഗങ്ങൾ അവിടെ കയറി താമസമാക്കും, അതല്ലെങ്കിൽ അതിലെ വഴിയെ പോകുന്ന ആളുകൾ അവിടേക്ക് വേസ്റ്റ് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കും. ഇനി അതല്ലെങ്കിൽ നമ്മൾ ആ വഴിക്കേ പോകുന്നില്ല എങ്കിൽ മറ്റേതെങ്കിലും ആളുകൾ അവിടെ അനധികൃതമായി കയ്യേറി ചിലപ്പോൾ താമസമാക്കിയെന്നിരിക്കും. പക്ഷേ നമ്മുടെ സ്ഥലത്തിന്റെ കാര്യത്തിൽ പൊതുവെ നമ്മളിങ്ങനെ ചെയ്യാറില്ല. ഒരു ചെറിയ വേലിയെങ്കിലും കെട്ടി നമ്മൾ അതിനെ സംരക്ഷിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീടാണെങ്കിലും മതിലും വലിയ ഗേറ്റും ഒക്കെ വെച്ച് നമ്മൾ സൂക്ഷിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ വീടിനും സ്ഥലത്തിനും കൊടുക്കുന്ന ശ്രദ്ധ പോലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് നമ്മൾ കൊടുക്കാറില്ല. അത് നമ്മളിങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും കയറി വന്ന് നമ്മളെ എന്തും പറയാം, എന്തും ചെയ്യാം, എങ്ങനെയും പെരുമാറാം, എങ്ങനെ വേണമെങ്കിലും മുതലെടുക്കാം, നമ്മുടെ കാര്യത്തില് എത്ര വേണമെങ്കിലും ഇടപെടാം, നമ്മൾ എന്ത് തീരുമാനമെടുക്കണം, എങ്ങനെ പെരുമാറണം, എന്തിനേറെ പറയുന്നു നമ്മളുടെ ഏറ്റവും അടിസ്ഥാന കാര്യങ്ങളായ നമ്മൾ എപ്പോ ഉറങ്ങണം, എഴുന്നേൽക്കണം എന്നുള്ളത് പോലും മറ്റുള്ള ആളുകൾ തീരുമാനിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പലർക്കും ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തില് പലരുടെയും ഇങ്ങനെയുള്ള അമിതമായ ഇടപെടലുകൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറ് പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ബന്ധങ്ങളിലെ ബൗണ്ടറി അല്ലെങ്കിൽ അതിർവരമ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ സമൂഹത്തിന് അത്ര പരിചയമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അകന്ന ബന്ധങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അമിതമായി ഇടപെടാറുണ്ട്. നമ്മൾ ഇത് മനസ്സിലാക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പം മുതൽ ഇങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും അതിഥികൾ വന്നാൽ വീട്ടിലുള്ള വളരെ ചെറിയ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയാറുണ്ട് അവർക്ക് പോയി ഷെയ്ക്ക് കൊടുക്കുന്നൊക്കെ. അത് കുട്ടികൾ കുറച്ച് സോഷ്യൽ ആയിക്കോട്ടെ എന്നുള്ള നല്ല ഉദ്ദേശത്തിലായിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷെ അവിടെ പലപ്പോഴും നമ്മൾ ആ കുഞ്ഞുങ്ങളുടെ താല്പര്യം നമ്മൾ നോക്കാറില്ല. ആ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അതിന് തീരെ താല്പര്യം ഉണ്ടാവില്ല, എങ്കിലും നമ്മൾ അവരെ നിർബന്ധിച്ച് അത് ചെയ്യിപ്പിക്കും. അങ്ങനെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ അനുഭവങ്ങളിലൂടെ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നതാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ മുതിർന്നു കഴിയുമ്പോഴും ബന്ധങ്ങളിൽ ശരിയായ ബൗണ്ടറി വെക്കാൻ നമുക്ക് സാധിക്കാറില്ല. ഏതൊരു ബന്ധത്തിലായാലും നമ്മൾ തുടക്കത്തിൽ തന്നെ ശരിയായ ബൗണ്ടറി വെക്കേണ്ടത് എത്രത്തോളം പ്രധാനമാണ് എന്നതിനൊരു ഉദാഹരണം പറയാം. നമ്മുടെ കയ്യിൽ ഒരു വലിയ മുറിവുണ്ടായി എന്ന് വിചാരിക്കുക. നമ്മൾ അതിന് ഒരു ശ്രദ്ധയും കൊടുക്കാതിരുന്ന എന്ത് സംഭവിക്കും? കുറച്ചു ദിവസം കഴിയുമ്പോൾ അത് അവിടെ ഇൻഫെക്ഷൻ ആകും. എന്നിട്ടും നമ്മൾ അതിന് ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിൽ ആ ഇൻഫെക്ഷൻ കൈയുടെ മറ്റുള്ള ഭാഗത്തേക്ക് പടരും. അതിനുശേഷവും നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിൽ അത് ശരീരത്തിന്റെ മറ്റു ഭാഗത്തേക്കും പടരും. അത് നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാകും എന്നുള്ള ഒരു ഘട്ടം എത്തിയാൽ ആ കൈ അവിടെ മുറിച്ചു കളയല്ലാതെ അവിടെ വേറെ വഴിയില്ല. ഇത് തന്നെയാണ് ശരിയായ ബൗണ്ടറി വെച്ചില്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിലും സംഭവിക്കാൻ പോകുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ബന്ധു നമ്മളും അവരും തന്നെ ഉള്ളപ്പോൾ നമ്മളെ ഏതെങ്കിലും രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അത് നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എങ്കിലും നമ്മൾ അവിടെ ഒന്നും പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അവിടെ വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് അവരെന്തായിരിക്കും ചെയ്യുന്നത്? മറ്റുള്ള കുടുംബാംഗങ്ങളുടെ മുൻപിൽ വെച്ച് നമ്മളെ അപമാനിച്ചു എന്നിരിക്കും. അതിനും നമ്മൾ ഒന്നും പ്രതികരിക്കുന്നില്ല. പിന്നീട് അവർ ചിലപ്പോൾ ഒരു പൊതുവേദിയിൽ അല്ലെങ്കിൽ ഒരു വലിയ ആൾക്കൂട്ടത്തിന്റെ മുൻപിൽ വെച്ച് നമ്മളെ ഏതെങ്കിലും രീതിയിൽ ഇൻസൾട്ട് ചെയ്തിരിക്കും. അങ്ങനെയാവുമ്പോൾ അത് നമുക്കൊരു വലിയ അപമാനമായിട്ട് തോന്നിയത് കൊണ്ട് തന്നെ ഒന്നുകിൽ അതൊരു വലിയ വാക്കുതർക്കത്തിലേക്കോ വഴക്കിലേക്കോ പോകാനായിട്ട് സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ ആ ആളുമായുള്ള ബന്ധം തന്നെ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ആദ്യം ആ ആള് നമ്മൾ തന്നെ ഉള്ളപ്പോ ഇൻസൾട്ട് ചെയ്തപ്പോ തന്നെ എനിക്കിത് ഇഷ്ടമല്ല, ഇനി ഇങ്ങനെ ചെയ്യരുത് എന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ പിന്നീട് ആ വ്യക്തിയിൽ നിന്നുള്ള എല്ലാ അപമാനങ്ങളും നമുക്ക് ഒഴിവാക്കാമായിരുന്നു. നമ്മുടെ പല ബന്ധങ്ങളിലും സംഭവിക്കുന്നത് ഇതാണ്. നമ്മൾ പലപ്പോഴും സ്വന്തവും ബന്ധവും കടപ്പാടും ഒക്കെ ഓർത്ത് പലർക്കും നമ്മുടെ ജീവിതത്തിൽ പരിപൂർണ സ്വാതന്ത്ര്യം നൽകും. അത് പിന്നീട് നമുക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. ആദ്യമൊക്കെ അവര് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും പ്രതികരിച്ചില്ലാതിരിക്കും. പക്ഷെ അതിനെ മുതലെടുക്കുന്ന തരത്തിലുള്ള ആളുകളാണെങ്കിൽ അവർ പിന്നീട് പലതരത്തിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് ചിലപ്പോൾ കടന്നു വരും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അങ്ങനെ അത് തുടർന്നു പോയി സഹിക്കാൻ പറ്റാത്ത ഒരു ഘട്ടം എത്തുമ്പോൾ ആ ബന്ധം തന്നെ ചിലപ്പോൾ നമുക്ക് പൂർണ്ണമായും കട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതുകൊണ്ട് ഏതൊരു ബന്ധമാണെങ്കിലും അവിടെ ശരിയായ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ തയ്യാറാകുക. ഓരോ ബന്ധം അനുസരിച്ചും ബൗണ്ടറി മാറും. ഇതിനെ ചുരുക്കി നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഓരോരുത്തരെയും നമ്മുടെ ജീവിതത്തിൽ നിർത്തേണ്ടിടത്ത് നിർത്തുക, അല്ലെങ്കിൽ അവർ അർഹിക്കുന്ന സ്ഥാനത്ത് നിർത്തുക. അതായത് ആർക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇടപെടാം, ഏതൊക്കെ കാര്യങ്ങളിൽ ഇടപെടാം എന്നുള്ള ഒരു വ്യക്തമായ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. പക്ഷെ അത് തീരുമാനിക്കുന്നതിനുള്ള മാനദണ്ഡം ഒരിക്കലും സ്വന്തം ബന്ധം കടപ്പാട് മാത്രമാവരുത്. അവരുടെ സ്വഭാവം, നമ്മളോടുള്ള അവരുടെ പെരുമാറ്റം, അവർ നമുക്ക് തരുന്ന സ്നേഹം, കരുതല്, പരിഗണന, അവരുടെ ജീവിതത്തിൽ അവർ നമുക്ക് തന്നിരിക്കുന്ന സ്ഥാനം, വില, ഇതൊക്കെ അതിന്റെ കൂടെ പരിഗണിക്കണം.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബന്ധങ്ങളും നല്ല രീതിയിൽ പോകും, നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുകയും ചെയ്യും. ഇനി ജീവിതത്തിലെ ബന്ധങ്ങളോട് ഈ രീതിയിൽ സമീപിക്കുക. ശരിയായ ബൗണ്ടറി ഇല്ലാതിരുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായ ഏതെങ്കിലും ബന്ധങ്ങളുണ്ടെങ്കിൽ അവിടെ ചെറിയ രീതിയിലാണെങ്കിലും ബൗണ്ടറി വെച്ചു തുടങ്ങുക. എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരെയും ദൈവസമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.